ഹായ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നു അല്ലെ. അപ്പൊ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് നിങ്ങളുടെ പേരും റോൾ നമ്പറും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയിട്ടുള്ളത്, ഏത് കോഴ്സാണ് കിട്ടിയിട്ടുള്ളത്, എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ട ഫീസ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ പ്രിന്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഫീ പേയ്മെന്റ് ചെയ്യുക. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. ജൂലൈ 12th വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ടൈം ഉണ്ട്. അപ്പൊ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നതാണ്, ഈ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള കോളേജിലും കോഴ്സിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഈ ഫീസ് അടയ്ക്കണോ? നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കണം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ്, അതായത് ഇപ്പൊ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഈ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫർദർ പ്രൊസീജിയർ ഈ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഫീസ് നിങ്ങൾ അടയ്ക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഫർദർ അലോട്ട്മെന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ നമ്മൾ ഔട്ട് ആവും. അപ്പൊ അതുകൊണ്ട് ഈ ഫീസ് അടയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതേപോലെ പിന്നെ കുറച്ച് പേരുടെ ഡൗട്ടാണ്, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കോളേജിലോ കോഴ്സിലോ പോയിട്ട് ഫിസിക്കലി അവിടെ പോയി ജോയിൻ ചെയ്യണമെന്ന്. ഇപ്പൊ നിങ്ങൾ ആ കോളേജിൽ പോയി ഫിസിക്കലി ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഫീസ് അടയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇനി ഫർദർ അലോട്ട്മെന്റ്സിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഇനി അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജ് കോഴ്സ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓർഡറിൽ എവിടെയാണോ വന്നിരിക്കുന്നത് അതിന്റെ ഹയർ ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് അടുത്ത ഫേസ് ഓഫ് അലോട്ട്മെന്റിൽ പരിഗണിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള കോളേജും കോഴ്സും മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. അതല്ല, നിങ്ങൾ ഹയർ ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫേസ് ഓഫ് അലോട്ട്മെന്റിലേക്ക് നമ്മൾ പരിഗണിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതേപോലെ എങ്ങനെയാണ് ഓപ്ഷൻസ്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുക, അതേപോലെ തന്നെ ഓൺലൈൻ ഫീസ് അടയ്ക്കുക. താങ്ക് യു.